പി സീരീസിൽ പുതിയൊരു സ്മാർട്ട് ഫോൺ കൂടി റിയൽമി അവതരിപ്പിച്ചിരിക്കുന്നു. P4S എന്ന പേരിൽ. ആദ്യം ഒരു കാര്യം പറയട്ടെ, റിയൽമിയുടെ പി സീരീസിലെ സ്മാർട്ട് ഫോണുകൾ ഒരു വിധം നല്ലതാണ്. എനിക്ക് തോന്നുന്നു അവർ ഓഫ്ലൈനിൽ അധികം പ്രാധാന്യം കൊടുക്കാതെ ഓൺലൈൻ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഒരു വിധം ബെറ്റർ പ്രൈസിംഗിൽ കിട്ടുന്ന ഒരു സീരീസ് ആയിരുന്നു പി സീരീസ്. എന്തായാലും ഈ P4S എങ്ങനെയുണ്ടോ നോക്കാം. ഇതുപോലൊരു ബോക്സിനകത്താണ് സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഫോണിന്റെ ബോക്സിൽ ഇതുപോലെ യൂസർ മാനുവൽ, അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു TPU കേസ് ഉണ്ട്, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, A to C ചാർജിംഗ് കേബിൾ, സിം ഇജക്ടർ പിൻ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. കാണാൻ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ലുക്കാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. സ്ഥിരം കണ്ട് മടുത്ത ആ ഒരു ഡിസൈൻ അല്ല. എവിടൊക്കെയോ നത്തിങ്ങിന്റെ ഒക്കെ ഫോണിന്റെ ഒക്കെ ഒരു ഡിസൈൻ്റെ ഒരു ചെറിയ അംശം വാരി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വൂക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ക്യാമറ മൊഡ്യൂളൊക്കെ സാധാരണ റിയൽമിയുടെ മറ്റ് ഫോണുകളെ കാണുന്ന ടൈപ്പ് ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ഭാഗം ചെറിയൊരു ഡിഫറൻസ് കൊടുത്തു. എന്തായാലും കാണാൻ കൊള്ളാം. ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കളറൊക്കെയാണ് എന്തായാലും ഈ ഒരു വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് പ്ലാസ്റ്റിക് ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ ഈ ഒരു ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. പവർ ബട്ടൺ ഒരു സ്പെഷ്യൽ ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. വോളിയം റോക്കേഴ്സ് ഇവിടെ ആയിട്ട് കാണും. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും IR ബ്ലാസ്റ്ററും കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. താഴെ ഇതുപോലെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടാണ്. അതുപോലെ സ്പീക്കർ ഗ്രില്ല് താഴെയായിട്ട് കാണാം. ഫോണിന്റെ ബാക്ക് ഇതുപോലെ കുറച്ച് ഫിംഗർ പ്രിന്റ് പതിയുന്ന തരത്തിലുള്ള രീതിയാണ്. കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് ഫിംഗർ പ്രിന്റ് നന്നായിട്ട് പതിയുന്നുണ്ട്. അതുപോലെ ഈ ബട്ടണൊക്കെ നല്ല സ്റ്റേഡിയാണ്. അതിന്റെ ബാക്ക് പൊള്ളയൊന്നുമല്ല, നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോണിന് ഓവർ വെയിറ്റ് ഒന്നുമില്ല. അതുപോലെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിനും ഒരു സുഖമുണ്ടെന്ന് പറയാതെ വയ്യ. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കാലത്തിന് ശേഷം ഒരു AMOLED ഡിസ്പ്ലേ റിയൽമിയുടെ ഫോണിൽ കാണുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അടുത്തിടെ റിയൽമി തന്നെ പുറത്തിറക്കിയ നമ്മൾ ചെയ്ത നിരവധി ഫോണുകളിൽ LCD ഡിസ്പ്ലേ ആയിരുന്നു. ഇപ്പോഴത്തെ പ്രൈസ് ഹൈക്കും ഉണ്ട്. എന്തായാലും AMOLED ഇതിനകത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ഈ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് റിയൽമി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ, അതുപോലെ AMOLED ഡിസ്പ്ലേ, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എല്ലാം കൂടെ ചേരുമ്പോൾ കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 3000 ഹെർട്സ് ആണ് ഇതിന്റെ ഒരു ഇൻസ്റ്റന്റേനിയസ് ടച്ച് റെസ്പോൺസ്. അപ്പോൾ ഗെയിമിങ്ങിന് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ അടിപൊളി ആയിരിക്കും എന്നും പറയേണ്ടി വരും. ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെയാണ്. അതുപോലെ 1400 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് എങ്കിലും 6500 പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ലഭിക്കും. അതായത് HDR കണ്ടന്റ് കാണുമ്പോൾ ആ ഒരു വൈറ്റ് ഏരിയ ഒക്കെ അത്രയും 6500 നിറ്റ്സിലേക്ക് ഉയരും. മാത്രമല്ല HDR 10+ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെറ്റ്ഫ്ലിക്സിലും ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് HDRന്റെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ HDR സപ്പോർട്ട് എല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് ഡിസ്പ്ലേ വിഭാഗം എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അടിപൊളി തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ ബെസലുകളൊക്കെ കണ്ടില്ലേ, വളരെ തിൻ ബെസലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആയിട്ട് പോലും ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തതായിട്ട് ഞാൻ ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് നോക്കിയിട്ട് കണ്ടില്ല. അതുപോലെ ഫോണിന് സ്ക്രീൻ പ്രൊട്ടക്ടർ അപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ 7400 Ultra എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ റിയൽമി ഉയർത്തി കാണിക്കുന്ന ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് സാധാരണ പ്രോസസർ കൂടാതെ രണ്ടാമതൊരു ഡ്യുവൽ ചിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു ഫോണിന്റെ ഒരു ഹൈലൈറ്റ്. ഹൈപ്പർ വിഷൻ പ്ലസ് AI ചിപ്പും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്, മികച്ച പെർഫോമൻസിനും കാര്യങ്ങൾക്കും ആയിട്ട്. നമുക്ക് 12GB റാം വരെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ 256GB ഇന്റർണൽ സ്റ്റോറേജും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാക്സിമം ലഭിക്കും. ഏകദേശം 1 മില്യണിലധികമുള്ള ഒരു AnTuTu സ്കോർ ആണ് റിയൽമി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്ലെയിം ചെയ്യുന്നത്. നമ്മൾ ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏകദേശം 1 മില്യൺ അടുത്ത് തന്നെയുള്ള ഒരു സ്കോർ, അതായത് 9.8 ലാക്ക് AnTuTu സ്കോർ എന്തായാലും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നടത്തി നോക്കി. പക്ഷേ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 78% ആണ്. ഒരു പകുതി സമയം കഴിയുമ്പോൾ കണ്ടില്ല, ചെറുതായിട്ട് ഭയങ്കരമായിട്ടില്ല, ചെറുതായിട്ട് ത്രോട്ട്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണാണ് BGM എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം പ്ലസ് സെറ്റിംഗ്സിൽ ഗെയിം പ്ലേ സാധ്യമാണ്. അതായത് 90 FPS നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. ഒരു എബോ ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. എല്ലാ മാപ്പിലും നമ്മൾ കളിച്ച് നോക്കി, അങ്ങനെ ലാഗോ ഇഷ്യൂസോ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ GT മോഡും നൽകിയിട്ടുണ്ട്. അഡീഷണൽ ഓപ്ഷൻസും ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. 7000 mm² ഒരു വേപ്പർ ചേമ്പർ കൂളിംഗും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 13624 mm² ഒരു ഗ്രാഫൈറ്റ് ഏരിയയും കൂളിംഗിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ അഥവാ ഫോണിന് ചൂടായാലും പെട്ടെന്ന് തണുപ്പിക്കുന്നതിന് ഈ രണ്ട് കാര്യങ്ങളും സഹായിക്കും. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8000 mAh ബാറ്ററി. ഇപ്പോൾ 5000 ഒന്നും ഇപ്പോൾ അങ്ങനെ കേൾക്കാൻ ഇല്ല, വളരെ കുറവാണ്. നത്തിങ്ങിന്റെ ഫോണൊക്കെ വന്നാലേ 5000 mAh ഒക്കെ കേൾക്കാനുള്ളൂ, നത്തിങ് അല്ലെങ്കിൽ സാംസങ്. ബാക്കി എല്ലാത്തിലൊക്കെ ഇപ്പം ഈ പറഞ്ഞ 7000 8000 ഒക്കെയാണ്. നമുക്ക് ചാർജിങ്ങിന് വേണ്ടി 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, സൂപ്പർ വൂക്ക് ചാർജർ. അത് കൊള്ളാം. ആ രണ്ട് സപ്പോർട്ട് എന്തായാലും അടിപൊളി തന്നെയാണ്. അതുപോലെ ഇതിന്റെ ഒരു പ്രൈമറി ക്യാമറയെ പറ്റി പറഞ്ഞാൽ 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയാണ്. സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 16 മെഗാപിക്സലിന്റെ ഒരു സെന്റർ പഞ്ച് ഹോൾ സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 30 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. എന്നാൽ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ HD 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം സെൽഫി വീഡിയോയിൽ 4K ഇല്ല. ഇതിന്റെ ക്യാമറ ക്വാളിറ്റി പറ്റി പറഞ്ഞാൽ കൊള്ളാം.
നല്ല എന്താ പറയുക ഗുഡ് ലുക്കിംഗ് ഫോട്ടോസാണ് തരുന്നത്. വൈഡ് ആംഗിൾ ഫോട്ടോകൾ പോലും ക്വാളിറ്റിയിൽ ഒരു കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രസമുണ്ട് പടങ്ങൾ കാണാൻ. കുറച്ച് സാച്ചുറേറ്റഡ് ഒക്കെ ആക്കിയിട്ടാണ് തരുന്നത്. നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നേരിൽ കാണുന്നതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഫോട്ടോകളാണ് ആ സ്ഥലത്തിൻ്റെ ഓരോന്നും തരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ റെഡിയാണ്. നമുക്ക് ജസ്റ്റ് എടുക്കുക, പോസ്റ്റ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ. അല്ലാതെ എഡിറ്റിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആ ഒരു രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോകൾ തരുന്നു. സെൽഫി ഫോട്ടോകളുടെ കേസിൽ പറഞ്ഞാൽ ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് താഴെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത സെൽഫി ഫോട്ടോ തന്നെയാണ് തരുന്നത്. അവിടെയും സാച്ചുറേഷനൊക്കെ പറഞ്ഞ ഒരു അല്പം കൂടുതലാണ് ഫോണിൻ്റെ സ്ക്രീനിലൂടെ തന്നെ നേരിട്ട് കാണുമ്പോൾ. പക്ഷേ സെൽഫി ക്യാമറ അത്ര ഒരു കൺസിസ്റ്റൻ്റ് അല്ല. പലപ്പോഴും പല രീതിയിലുള്ള റിസൾട്ടാണ് തരുന്നത്. ആ സമയം ബാക്ക് ക്യാമറ സെൽഫി ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ്. ഈവൻ വൈഡ് ആംഗിൾ ആയാലും അതുപോലെ നോർമൽ സെൻസർ ആയാലും എല്ലാം നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് തരുന്നത്. അതുപോലെ ബാക്ക് ക്യാമറ വീഡിയോ ക്വാളിറ്റി അതും നല്ല പഞ്ചിയറായിട്ടുള്ള അടിപൊളി വീഡിയോ തന്നെ ബാക്ക് ക്യാമറ തരുന്നുണ്ട്. അതുപോലെ സെൽഫി നമ്മൾ ആ ഫോട്ടോയുടെ കേസിൽ പറഞ്ഞാണ് ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി വീഡിയോകൾ ഒരു പൊട്ടിക്ക് താന്നു നിൽക്കുകയാണ്. ഡൈനാമിക് റേഞ്ചും ഒക്കെ അല്പം ശോകമാണ് സെൽഫി വീഡിയോയുടെ കേസിൽ. അതുപോലെ സ്റ്റെബിലിറ്റിയുടെ കേസ് പറഞ്ഞാൽ സെൽഫി വീഡിയോയിൽ സ്റ്റെബിലിറ്റി ഒരു അല്പം മോശമാണ്. എന്നാൽ ബാക്ക് ക്യാമറയിലുള്ള സ്റ്റെബിലിറ്റി ഇപ്പം നമ്മൾ നടന്നുകൊണ്ടൊക്കെ ഇതുപോലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 16 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അതുപോലെ റിയൽമിയുടെ UI 7 ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. സാധാരണ റിയൽമി ഫോണുകളെ അപേക്ഷിച്ച് ഇതിനകത്ത് 6 ബ്ലോട്ട്വെയർസേ ഞാൻ കണ്ടുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് ചില ആപ്പ് റെക്കമെൻഡേഷൻ ഫോൾഡറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ അത്തരം കാര്യങ്ങൾ പാടില്ലാത്തതായിരുന്നു. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഹാപ്റ്റിക്സ് വളരെ മോശമാണ്. ഇതിൽ നിന്നൊക്കെ പ്രൈസ് കുറഞ്ഞ മോട്ടറോള G Max എന്ന് പറയുന്ന ഫോൺ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് ടെസ്റ്റ് ചെയ്ത ഒരു ഫോണാണ്. അതിൻ്റെയൊക്കെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് ആസ് കമ്പയർഡ് ടു ആ ഫോൺ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാപ്റ്റിക്സ് അല്ല. സ്റ്റീരിയോ സ്പീക്കറാണ്, നല്ല ലൗഡാണ്, നല്ല ക്വാളിറ്റി സൗണ്ടാണ്. അതുപോലെ നമ്മൾ ഫുൾ വോളിയം വെക്കുമ്പോൾ ചില പാട്ടുകളിലെങ്കിലും ഈ ഒരു ഭാഗമൊക്കെ ചെറുതായി ഒരുപാടില്ല, ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ആവുന്നുണ്ട്. അൾട്രാ ബൂം ഓഡിയോ 300% ആണ് ഇതിൻ്റെ ഒരു വോളിയം കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ മാക്സിമം വോളിയം കൂട്ടുമ്പോൾ 100% വരുമെങ്കിൽ ഇവിടെ മാക്സിമം വോളിയം കൂട്ടുമ്പോൾ അത് 300% കാണിക്കും. കുറച്ചുകൂടെ ലൗഡറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വോളിയം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൊസിഷനിങ് ഒരുപാട് താഴെയാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 കൊടുത്തിട്ടുണ്ട്. അതുപോലെ IP റേറ്റിംഗ് വന്നിട്ട് IP66 68 IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. IP റേറ്റിംഗ് കൊടുക്കുന്നതിൽ റിയൽമി അങ്ങനെ പിശുക്കൊന്നും കാണിക്കാറില്ല, വാരിക്കോരി കൊടുക്കും IP റേറ്റിംഗ്. കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം റിയൽമി UAE കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉണ്ട്. അതുപോലെ NFC സപ്പോർട്ട് ഈ ഒരു ഫോണിന് അത് നൽകിയിട്ടില്ല. അടുത്തായിട്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 8000 mAh ബാറ്ററി കപ്പാസിറ്റി നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിന്റെ ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുക്കുന്നുമുണ്ട്. പെർഫോമൻസ് ഓക്കെയാണ്, തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ആണ്. അതുപോലെ ക്യാമറ പെർഫോമൻസും കുഴപ്പമില്ല. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിന് നൽകുന്നു എന്നുള്ളത് ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ പ്രൈസ് പോയിന്റിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ പല ഫോണുകളിലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ മിസ്സാകാറുണ്ട്. ഇനി ഇതിന്റെ കുറവുകൾ എന്ന് പറയുന്നത് വലിയൊരു കുറവാണ്. ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. അതുപോലെ 4K സപ്പോർട്ട് ക്യാമറയിൽ നൽകിയിട്ടേ ഇല്ല. അതുപോലെ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടില്ല. പണ്ട് ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ ക്യാമറ കിട്ടുമായിരുന്നു, പണ്ട് ഒരു വർഷമൊക്കെ മുമ്പ്. പക്ഷേ ഇപ്പോൾ ടെലിഫോട്ടോ പോയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പോലും പലപ്പോഴും മിസ്സാകാറുണ്ട്. പക്ഷേ പറയുമ്പോൾ എല്ലാം പറയേണ്ടത് കൊണ്ട് പറയുന്നത് മാത്രം ടെലിഫോട്ടോ ലെൻസ് മിസ്സിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും കുറവുകളേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. എനിക്കറിയില്ല റിയൽമി ആണ് എങ്ങനെ വേണമെങ്കിലും പ്രൈസ് ചെയ്യാൻ സാധിക്കും. കൂടിയൊരു പ്രൈസ് വരാം, കുറച്ചൊരു പ്രൈസ് വരാം. ഇത് P സീരീസ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഒരുവിധം ബെറ്റർ പ്രൈസ് ആയിരിക്കും. കാര്യം റിയൽമിയുടെ P സീരീസ് ഒരുവിധം മികച്ച പ്രൈസിങ്ങിലാണ് റിയൽമി പുറത്തിറക്കുന്നത്. ഞാൻ കേട്ടത് അണ്ടർ 30,000 ആയിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്നാണ്. മിക്കവാറും 29,999 ആയിരിക്കാം ഇതിന്റെ പ്രൈസ് എന്നാണ് എൻ്റെ ഊഹം. അങ്ങനെയാണെങ്കിൽ നല്ല പ്രൈസ് ആണ്. അതല്ല 40,000 റേഞ്ചിലേക്ക് കയറിപ്പോയാൽ അത്ര നല്ലൊരു പ്രൈസും അല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ഫോണിനെ കുറിച്ച് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം. ഇതുപോലെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മികച്ച പ്രോഡക്റ്റ് വേണ്ടി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.